വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപക പിതാവ് ധന്യൻ കുര്യാളശ്ശേരി മാർത്തോമാ മെത്രാൻ്റെ 101 ചരമവാർഷികത്തിനായി ഒരുങ്ങുന്ന ധന്യനിമിഷങ്ങളിൽ അവിടുത്തെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഭക്ത്യാദരപൂർവ്വം അനുസ്മരിക്കാം. അൾത്താരയിലെ ദിവ്യകാരുണ്യനാഥനോടുള്ള ആഴമായ സ്നേഹത്തിൽ നിന്നും ഉടലെടുത്ത ആർദ്രത നിറഞ്ഞ ഒരു മനുഷ്യസ്നേഹിയെയാണ് പിതാവിൻ്റെ ഓരോ ചുവടുകളിലും നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. സ്വന്തം സമുദായത്തിൻ്റെ ഉന്നതിക്കായി ജീവിതാവസാനം വരെ അധ്വാനിക്കുമ്പോഴും മാനവികതയുടെയും മതമൈത്രിയുടെയും ഉത്കൃഷ്ട മാതൃകയാകാൻ പിതാവിന് സാധിച്ചു. മതസ്പർദ്ധകൾ സമൂഹത്തിൽ അകൽച്ചയുണ്ടാക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ പിതാവ് കാണിച്ചു തന്ന സൗഹാർദ്ദത്തിൻ്റെ പാഠങ്ങൾ ഏറെ പ്രസക്തമാണ്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ദേവൂസ് കാരിത്താസ് എസ് എന്ന പ്രബോധനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധ കുർബാനയിൽ ഈശോയുമായി ഒന്നാകുന്ന ഒരാൾക്ക് ഒരിക്കലും സഹോദരങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. ഈ വചനത്തെ അന്വർത്ഥമാക്കും വിധം ദിവ്യകാരുണ്യത്തിൽ നിന്നും സ്വീകരിച്ച ഊർജം കൊണ്ട് സഹജീവികളെ സ്നേഹിച്ച ഇടയനായിരുന്നു കുര്യാളശ്ശേരി പിതാവ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2447 പഠിപ്പിക്കുന്നത് സഹജീവികളുടെ ശാരീരികവും ആത്മീയവുമായ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുന്നതാണ് യഥാർത്ഥ കാരുണ്യമെന്നാണ്. അറിവില്ലാത്തവരെ പഠിപ്പിക്കുന്നതും അതിലുൾപ്പെടുന്നു. ഈ പഠനത്തിൻ്റെ നേർക്കാഴ്ചയായിരുന്നു പിതാവിൻ്റെ ജീവിതം. ഒരിക്കൽ SB സ്കൂൾ സന്ദർശന വേളയിൽ ദരിദ്രനും പിന്നോക്ക വിഭാഗക്കാരനുമായ വേലായുധൻ എന്ന കുട്ടിയുടെ പഠനം മുടങ്ങിയ വിവരം പിതാവ് അറിഞ്ഞു. ജാതി മത വേർതിരിവുകൾക്കപ്പുറം മനുഷ്യനെ കണ്ട പിതാവ് അവന് തുടർ പഠനത്തിന് വഴിയൊരുക്കി. പിൽക്കാലത്ത് ഗവൺമെൻറ് സെക്രട്ടറിയായി മാറിയ PK വേലായുധൻ കുര്യാളശ്ശേരി പിതാവ് പകർന്നു നൽകിയ സ്നേഹത്തിൻ്റെയും അറിവിൻ്റെയും ജീവിക്കുന്ന സാക്ഷ്യമായിരുന്നു. മറ്റൊരിക്കൽ മുസ്ലിം സഹോദരങ്ങളുടെ ചന്ദനക്കുടം ആഘോഷത്തിന് തടസ്സമാകാതിരിക്കാൻ സ്വന്തം ജൂബിലി ആഘോഷങ്ങൾ മാറ്റിവെക്കാൻ പിതാവ് തയ്യാറായി. ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രത്തേരി തൂത്തി എന്ന പ്രബോധനത്തിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഇതര മതസ്ഥരെ ശത്രുക്കളായല്ല, ഒരേ ദൈവത്തിൻ്റെ മക്കളായ സഹോദരങ്ങളായി കാണണമെന്ന വലിയ പാഠമാണ് പിതാവ് അവിടെ ജീവിച്ചു കാണിച്ചത്. ദിവ്യകാരുണ്യ സ്നേഹം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അത് പ്രവൃത്തിയിലൂടെ ലോകത്തിന് കാണിച്ചു തന്ന കാരുണ്യത്തിൻ്റെ കാവലാളായിരുന്നു അവിടുന്ന്. ധന്യപിതാവ് വെട്ടിത്തെളിച്ച വിശുദ്ധിയുടെയും സൗഹാർദ്ദത്തിൻ്റെയും പാതയിലൂടെ സഞ്ചരിക്കാൻ പരിശുദ്ധ ത്രിത്വം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ആമേൻ.